സാറ് വന്നിട്ടില്ലേ നമ്മൾ അങ്ങനെയാ തീരുമാനിച്ചത്. ചിന്തിക്കരുത്. സാറ് വന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ എന്താ പറയുക വിശപ്പും ജീവനും നിലനിർത്തുന്നത്. അതായത് നമ്മളിങ്ങനെ പട്ടിണി കിടന്നിട്ട് ഒരുപാട് ആൾക്കാരോട് നമ്മൾ സഹായം ചോദിച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനെൻ്റെ ഈ 3 മക്കൾക്കും പിന്നെ അവിൽ കൊടുത്തിട്ടാണ് പിന്നെ പട്ടിണി മാറ്റാറ്. അപ്പോൾ പിന്നെ ആരും സഹായിക്കാത്ത കൊണ്ട് ഞാൻ പിന്നെ ഒരു മെസ്സേജ് വാട്സപ്പിൽ അയച്ചു തരാം. പിന്നെ സാറ് വന്നിട്ടാണ് നമ്മളെ വിശപ്പും സങ്കടമെല്ലാം മാറ്റി തന്നത്. നാളേക്ക് നാളെ ഈ ചെക്ക് ബാങ്കിൽ കൊണ്ടുപോയി അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാറി വന്ന ഉടൻ തന്നെ നിങ്ങൾ വാടക കുടിശ്ശിക തീർക്കണം. നിങ്ങളിങ്ങനെ സമാധാനം ഇല്ലാതെ വേദനയോടുകൂടി ജീവിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. ഇനി നിങ്ങൾക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വേണ്ട, നിങ്ങൾക്ക് നമ്മളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ മുന്നിൽ നിന്ന് തന്നെ ഞാൻ പൊതുസമൂഹത്തിനോട് പറയുന്നത്, അങ്ങനെ ഒരു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇവരെ കൈപിടിച്ച് ഒരു ഭവനത്തിലേക്ക് കയറ്റാൻ നിങ്ങൾ മനസ്സ് വെക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഭവനം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം അമർഷാൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നൽകുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്നലെ രാത്രി ഈ കുടുംബത്തിൻ്റെ ഒരു വീഡിയോ ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു. വളരെ എമർജൻസിയായി വന്ന് ഈ കുടുംബത്തിനെ സന്ദർശിക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ ഒരു വാട്സപ്പ് സന്ദേശമായിരുന്നു. ആ സന്ദേശത്തിൽ ഇവർ കൃത്യമായി എഴുതി വെച്ചത്, നിങ്ങളും കൂടി വന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പിന്നീട് ജീവിച്ചിരിക്കുമോ എന്ന് പോലും അറിയില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ, അതുപോലെ ഈ മക്കളുടെ ഫോട്ടോ ആ വാട്സപ്പിൽ അയച്ച് ഞങ്ങളെല്ലാവരും പട്ടിണിയിലാണ്, 3 ദിവസമായി വെറും അവിലും വെള്ളവും കുടിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്ത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചപ്പോൾ ഒരുപാട് ആളുകൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമൻറ്റുകളും മെസ്സേജുകളും തുരുതുര അയച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയോ എൻ്റെ വീഡിയോക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയോ പറഞ്ഞതല്ല. ഒരു കുടുംബത്തിൻ്റെ ദയനീയത വളരെ വേദനാർഹമായി നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു എന്നേ ഉള്ളൂ. ഇവരുടെ പ്രയാസമാണ്. ഈ പ്രിയപ്പെട്ടവന് പാൻക്രിയാസിന് പഴുപ്പ് ബാധിച്ച് സർജറി പോലും ചെയ്യാൻ പറ്റാതെ വേദനയോടുകൂടി ഇവിടെ ആഹാരം പോലും കഴിക്കാനില്ലാത്തൊരവസ്ഥയിൽ സങ്കടത്തോടു കൂടി ജീവിക്കുക. മക്കൾ ഈ മോനിക്ക് കിഡ്നിക്ക് അസുഖമാണ്, ട്രീറ്റ്മെൻറ്റിന് പോലും പൈസയില്ല. അത്രയും ദയനീയമായിട്ട് പോലും ഇവരുടെ പ്രയാസം നമ്മുടെ മുന്നിൽ ആ വാട്സപ്പ് സന്ദേശം എത്തിയ ഉടൻ തന്നെ നമ്മളിവിടെ വന്ന് ഇവരുടെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഈ സഹോദരി വളരെ വേദനയോടുകൂടി നമ്മളോട് പറഞ്ഞത്, 4 മാസമായി വാടക കൊടുത്തിട്ട് നമ്മളെ കയ്യിൽ യാതൊരു നിവൃത്തിയുമില്ല, ചികിത്സക്ക് പോലും സംവിധാനം ഇല്ല, അതുകൊണ്ട് ചിലപ്പോൾ ഈ വാടക വീട്ടിൽ നിന്ന് പോലും ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്കായി മാറും, ഞങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഈ സഹോദരി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അത് കേട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇവരുടെ ഈ ഒരു സങ്കടം പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാനുണ്ടായ പ്രധാന കാരണം, ഈ കാരണങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും ആരെങ്കിലും എന്തെങ്കിലും സഹായം നൽകാൻ സാധിച്ചാൽ അതിനുവേണ്ടി പരിശ്രമം നടത്തിയ നമുക്കും പടച്ചവൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം ലഭിക്കുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ്. ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളിപ്പോൾ വാടക കൊടുത്തിട്ട് എത്രയായി? 4 മാസമായി. നിങ്ങൾ എന്താ പറയുക, അയച്ച മെസ്സേജ്, നിങ്ങളും നിങ്ങളെ മക്കളും ഭർത്താവും ഒക്കെ കൂടി എനിക്ക് അയച്ച മെസ്സേജ് പട്ടിണിയാണെന്ന് പറഞ്ഞിട്ട് അയച്ച്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഇട്ടിട്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചപ്പോൾ ഒരുപാട് വിമർശനം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വന്നു. സാറ് പറഞ്ഞത് എല്ലാം ശരിയാണ്. അതായത് നമ്മളിങ്ങനെ പട്ടിണി കിടന്നിട്ട് ഒരുപാട് ആൾക്കാരോട് നമ്മൾ സഹായം ചോദിച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനെൻ്റെ ഈ 3 മക്കൾക്കും അവിൽ കൊടുത്തിട്ടാണ് പട്ടിണി മാറ്റാറ്. അപ്പോൾ ആരും സഹായിക്കാത്ത കൊണ്ട് ഞാൻ ഒരു മെസ്സേജ് വാട്സപ്പിൽ അയച്ചു തരാം. സാറ് വന്നിട്ടാണ് നമ്മളെ വിശപ്പും സങ്കടമെല്ലാം മാറ്റി തന്നത്. അതുകൊണ്ട് സാറിനോട് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട്. വാടക കൊടുത്തിട്ട്
കുറേ മാസമായി കൊടുക്കാനൊന്നും ഇപ്പൊ പൈസയില്ല. ഇപ്പൊ എത്ര മാസത്തെ വാടക കൊടുക്കാനുള്ളത്? ഇപ്പം 16,000 രൂപ കൊടുക്കാനുണ്ട്. 16,000 രൂപ നിങ്ങൾ വാടക കൊടുക്കാൻ ബാക്കിയായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ഈ പ്രയാസം കണ്ടിട്ട്, ഈ ഒരു സങ്കടം കണ്ടിട്ട് ഒരു കൂടപ്പുറപ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരു തുക നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനെക്കൊണ്ട് വാടക കൊടുക്കുക. മെച്ചമുള്ള പൈസക്ക് നിങ്ങൾക്ക് തയ്യൽ മെഷീന്, തയ്യൽ അറിയോ? തയ്യൽ മുമ്പ് പഠിച്ചതാണ് ചെറുതിൽ. എന്തെങ്കിലും ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന ഇനിയും സഹായം ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക്. നിങ്ങൾ ടെൻഷനാവാതിരിക്കുക. നിങ്ങൾ ഒരു വാട്സപ്പിൽ ഒരു സന്ദേശം അയച്ചു. ഇത് അവസാനം ഇക്കാക്ക് അയക്കുന്ന മെസ്സേജാണ്. ഇനി നമ്മുടെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ. നമ്മൾ പട്ടിണി കിടന്ന് വല്ലാത്ത പ്രയാസത്തിലുള്ളത്. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എന്ത് വേദന, എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം. സാറ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെയാ തീരുമാനിച്ചത്. ചിന്തിക്കരുത്. സാറ് വന്നത് കൊണ്ടാണ് ഇപ്പം നമ്മളെ എന്താ പറയുക വിശപ്പും ജീവനും നിലനിർത്തുന്നത്. സാറ് വന്നിട്ടില്ലേ നമ്മൾ ഇങ്ങനെ തന്നെ തീരുമാനിച്ചത്. ഓരോരുത്തരാളെ വായിന്ന് പലതും കേട്ട് മടുത്ത്, ഓരോരുത്തരാൾ പലതും പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിതം തന്നെ മടുത്തു പോയി. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ ഒരു കുടുംബത്തിൻ്റെയും വേദനയോ സങ്കടമോ അവരുടെ പ്രയാസമോ പൊതുസമൂഹത്തിലേക്ക് അറിയിക്കാൻ ആഗ്രഹത്തോടെ കൊണ്ടുവരുന്നതല്ല. അവരുടെ സങ്കടം കാണുമ്പോൾ, അവരുടെ പ്രയാസം കാണുമ്പോൾ, അവരുടെ വേദന തൊട്ടറിയുമ്പോൾ അവരെ ഏതൊക്കെ രീതിയിലാണ് സഹായിക്കേണ്ട ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ള ഒരു വലിയ പരിശ്രമത്തോടു കൂടിയാണ് ഇവരുടെയൊക്കെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഒരുപാട് ആളുകളെ വിളിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു, പറ്റുന്ന രീതിയിലുള്ള ചെറുതും വലുതുമായ സഹായങ്ങളൊക്കെ ചെയ്തു നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു സഹോദരൻ, അദ്ദേഹം ഇവർക്ക് ഇന്ന് തന്നെ നിങ്ങൾ തന്നെ പോയി അവരുടെ ആവശ്യത്തിനുള്ള ഒരു സഹായം നൽകണമെന്ന് പറഞ്ഞ് ഒരു തുക നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. 25,000 രൂപയാണ് ആ സഹോദരൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 25,000 രൂപ കൊണ്ട് 16,000 രൂപ നിങ്ങളുടെ വാടക കുടിശ്ശിക തീർക്കുക. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു വീട് എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 3 മക്കളെയും കൊണ്ട് എവിടെയും പോകാൻ കഴിയില്ല. ഭർത്താവിൻ്റെ ഓപ്പറേഷൻ എല്ലാം മുടങ്ങിയിട്ടില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ ഈ സഹോദരി പറഞ്ഞത്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും, ഏതെങ്കിലും ഒരാൾ ഇവർക്ക് ഒരു കൊച്ചു ഭവനം നിർമ്മിച്ച് നൽകാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ്. അപ്പോൾ ഇവരുടെ മുന്നിൽ നിന്ന് തന്നെ ഞാൻ പൊതുസമൂഹത്തിനോട് പറയുന്നത്, അങ്ങനെ ഒരു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, ഇവരെ കൈപിടിച്ച് ഒരു ഭവനത്തിലേക്ക് കയറ്റാൻ നിങ്ങൾ മനസ്സ് വെക്കുന്നുണ്ടെങ്കിൽ, ഇവരുടെ ഭവനം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം അമർഷാൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നമ്മൾ നൽകുന്നതായിരിക്കും. ഈ കുടുംബത്തെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. ഈ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. ഇവർ പറഞ്ഞ വാക്ക് കേട്ടോ, നിങ്ങളിവിടെ വന്നിരുന്നില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും കൂടി ചിലപ്പോൾ ജീവൻ തന്നെ ഒടുക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. എങ്ങനെ സഹിക്കാൻ പറ്റും? ഈ വേദന എങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റും? ഈ മക്കളടക്കം പട്ടിണിയാണെന്ന് പറഞ്ഞപ്പോഴാണ്, ഈ മക്കളടക്കം വളരെ വേദനാർഹമായൊരു സാഹചര്യത്തിലാണെന്ന് കേട്ടപ്പോഴാണ്, ഇന്നലെ രാത്രി എത്ര വൈകിയാലും ഇവിടെ ഓടി വന്ന് ഇവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങളൊക്കെ നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. എന്തായാലും ഇതിനു വേണ്ടി സഹായിച്ച ആ പ്രിയപ്പെട്ട കൂടപ്പുറപ്പിന് എല്ലാവിധ ദൈവ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ 25,000 രൂപയുടെ ചെക്ക് ഞാൻ ഈ കുടുംബത്തിൻ്റെ, ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ കയ്യിൽ കൈമാറുകയാണ്. സഹകരിച്ച സപ്പോർട്ട് ചെയ്ത ആ പ്രിയപ്പെട്ടവൻ എല്ലാ നന്മകളും, എല്ലാ കുടുംബ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ കൈമാറുക. പ്രാർത്ഥിക്കട്ടോ, പ്രാർത്ഥിക്കണം. ഒരുപാടുണ്ടോ, മരണം വരെ പ്രാർത്ഥന എന്നും ഉണ്ടാവും കേട്ടോ മോനെ. ഇനി എന്തുണ്ടെങ്കിൽ വിളിച്ചോ കേട്ടോ. മോള് വിളിക്കൂലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? വേറെ നിറയെ ഭക്ഷണം കഴിച്ചോ? ഇനി എന്ത് വിഷമമുണ്ടെങ്കിൽ വിളിച്ചോ കേട്ടോ. കേട്ടോ, ടെൻഷൻ ഒന്നും കേട്ടോ.